എന്തൊക്കെയാണ് ഗൈസ്? സുഖമല്ലേ എല്ലാവർക്കും? പക്ഷേ എത്ര പറയാം ഗൈസ്, പറയാം. ആ, ഞാൻ ഇന്നലെ ലൈവ് വരാൻ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യായിരുന്നു ഗൈസ്. പിന്നെ ഇന്നലെ പെട്ടെന്ന് ഒരു ടൂർണമെന്റ് ഒക്കെ നടത്താൻ തോന്നി, നടത്തി. കാരണം സിറ്റി അപ്പാവാത്തോണ്ട് നമ്മൾ ചോദിച്ചു. കാരണം മറ്റേ വേറെ സിറ്റിയും ഇല്ലാത്തതുകൊണ്ട് പിന്നെ എനിക്കൊന്നും ചെയ്യാനുമില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് ചോദിച്ച് ഒരു ടൂർണമെന്റ് നടത്താന്ന് ചോദിച്ചു. ടൂർണമെന്റിന്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ആയപ്പോഴത്തേക്ക് സിറ്റി ഇതേ ഞായറാഴ്ച പോകുമോന്ന് പറയുന്നു. ഓക്കെ വാട്ടോ, അത് കുഴപ്പമില്ല. എന്തായാലും നമ്മൾ നടത്താൻ വെച്ച സാധനം നടത്താം. അപ്പം ലൈക്ക് പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഇതിൽ ഗാങ്ങിന്റെ അകത്ത് ഇതുവരെ ഒരു ടൂർണമെന്റ് സത്യം പറഞ്ഞാൽ നമ്മള് ഓണത്തല്ലെന്നാണ് ടൂർണമെന്റ് ഇതുവരെ നടത്തിയിട്ടില്ല. മൂവി പറയാം നടത്തിയിട്ടില്ല. 5-1 ടൂർണമെന്റ് സത്യം പറഞ്ഞാൽ 5-1 ഈ റബാഡ. ഞാൻ സത്യം പറഞ്ഞാൽ ചുമ്മാ ഇരുന്ന പെസ്സിന്റെ ടൂർണമെന്റ് എടുത്താലെന്ന് ചോദിച്ചു, ഫിഫയുടെ. അപ്പൊ അവന്മാർ 5M നടത്തിയാലെന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ എനിക്ക് അപ്പൊ തോന്നിയപ്പോ ഞാൻ പ്രിൻസിന്റെ അടുത്ത് പോയി പറഞ്ഞ് സാധനങ്ങളൊക്കെ സെറ്റാക്കി അങ്ങ് ഓരോ ഹോസ്റ്റ് അങ്ങ് ഞാൻ മേടിച്ച്, പിന്നെ നമ്മളെ കുറച്ച് ഗാങ്ങിലെ ആൾക്കാരെ കൂടെ പ്രൈസ് പൂള് സെറ്റാക്കി അങ്ങ് സെറ്റാക്കി നാളായില്ലേ. എന്താ സ്റ്റാർട്ടാക്കിയാ? സ്റ്റാർട്ടാക്കി. എന്താ സോണ് കാണിക്കാനാ? ആ ആ സോണ് ഒന്ന് കാണിച്ച് ഗൈസ്. പ്രിൻസ് ഇന്നലെ തൊട്ട് ഇരിപ്പാണ് സർവറിന്റെ പുറകെ. പയ്യനെ ഹോസ്റ്റ് മേടിച്ചെടുത്ത് പയ്യനെ ഒരേ ഇരിപ്പിലാണ് സർവറിന്റെ പുറകെ. സാധനങ്ങൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ടൂർണമെന്റിനുള്ള. സ്ലോട്ട് ഉണ്ട് ഗൈസ്, സ്ലോട്ട് ഉണ്ട്. ഡെസ്ക്ടോപ്പ് കാണിക്കണ്ടല്ലേ? അല്ല എന്തായാലും ഇന്നിപ്പോ പ്രാക്ടീസ് മാച്ച് നടത്താനുള്ളതല്ലേ ചിലപ്പോ. അപ്പൊ അതുകൊണ്ട് കാണിച്ച കുഴപ്പമൊന്നുമില്ല. കാണിച്ചേ നോക്കട്ടെ. ഇത് പെർഫെക്റ്റ് മതി, സെറ്റ്. ഇതാണ് ഞാൻ ആഗ്രഹിച്ച സാധനം. ഓക്കെ ശരി. ഓക്കെ സോ അപ്പം ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, അപ്പൊ ടൂർണമെന്റിന്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ടോട്ടല് 40 പ്ലേയേഴ്സ് ആണ് ഉള്ളത്. അതില് 8 ടീമും ലൈക്ക് ഒരു ടീമിൽ 4 പേര് വെച്ച് കാണും. അങ്ങനെ 8 ടീമും എല്ലാ പ്ലേയേഴ്സ് ഒരു ടീമിൽ 5 പേരുണ്ടാവും. 4 പ്ലേയേഴ്സ് പ്ലസ് 1 സബാണ്. അങ്ങനെ 40 പ്ലേയേഴ്സിനെ സ്പ്ലിറ്റ് ആക്കുമ്പോൾ 8 ടീമും എല്ലാ ടീമിലോട്ടും ഒരു സബ് വെച്ചാണ് വരുന്നത്. ഗാങ് മെമ്പേഴ്സിന് മാത്രമാണ് ഇത്. ഔട്ട്സൈഡ് ഇല്ല, ഓൺലി ഫോർ ഗാങ് മെമ്പേഴ്സ് ആണ്. ആൻഡ് നമ്മൾ പ്രൈസ് പൂള് 10K ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അത് ഓൾമോസ്റ്റ് ഒരു 12K അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ആ പ്രൈസിന്റെ ആരെങ്കിലും ചിലപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രൈസ് കൂടുമായിരിക്കും. 10K ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അത് 12K ആയിട്ടുണ്ട്. ചിലപ്പോൾ അത് കൂടാം കുറയാം, നോക്കാം. ഓക്കെ ആർക്ക് സ്ലോട്ട് ഉണ്ടോ മനസ്സിലായി ബ്രോ. ഇത് ഗാങ് മെമ്പേഴ്സിന് മാത്രം വേണ്ടി നടത്തുന്നതാണ്. അതും ഒരു ഓണത്തല്ല്. അടി ഓണത്തിൽ തല്ലി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും 2 ദിവസം ബ്രേക്ക്, ഓണമൊക്കെ കഴിഞ്ഞിട്ട് വരാം. സോ ഓക്കെ, ടൂർണമെന്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ ഗൈസ്. ഇത് ലൈക്ക് നമ്മൾ പ്രിൻസിന്റെ ഒരു ടൂർണമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ടൂർണമെന്റ് സ്ക്രിപ്റ്റ് ആണ്. പക്ഷേ ഈ സ്ക്രിപ്റ്റിൽ നമ്മൾ വെഹിക്കിള് പിന്നെ ഒഴിവാക്കുവാണ്. അതേപോലെ തന്നെ ആ വെഹിക്കിളിന്റെ ടോട്ടലി കാര്യം നമ്മൾ എടുത്ത് കളയുവാണ്. ഒരു ചെറിയ സോൺ ആയിരിക്കും ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ 8 ടീമേ ഉള്ളൂ. ടീമിൽ 4 വെച്ചാൽ ഇപ്പൊ കാണിച്ച സോണാണ് ഉണ്ടാവുക. ആ സോണിൽ 25 മിനിറ്റിന്റെ അകത്ത് കളി തീരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഓൺ ഫുട്ട് ആയിരിക്കും. മറ്റേത് വണ്ടി ഏടാക്കാൻ പറ്റും. പക്ഷെ വണ്ടി വെച്ച് കഴിഞ്ഞാൽ ചില ടീമിന് ഓവർ പവർഡ് ആയിട്ടുള്ള ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി പോയി തല്ലി കളിച്ചുകൊണ്ടിരിക്കും. ഇതാവുമ്പോൾ എന്നുണ്ടെങ്കിൽ ലൈക്ക് ടീമിനെ ഓടി നടന്ന് സ്പോട്ട് ചെയ്താൽ മാത്രമേ ഫൈറ്റ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ഇതിലായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് വണ്ടി നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ വണ്ടി കൊണ്ടുവന്നത് തന്നെ എല്ലാവരും പറഞ്ഞ് വീഡിയോ വേണ്ട, വീഡിയോ ആവും, അത് വീഡിയോ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇതിന് പുറകെ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വെച്ചില്ല. മാച്ച് കഴിഞ്ഞിട്ടാണോ റിക്രൂട്ട്മെന്റ്? അല്ലല്ലല്ല, ഇപ്പം നമ്മൾ സിറ്റി കയറിയിട്ട് റിക്രൂട്ട്മെന്റ് ആദ്യം നടത്തും. റിക്രൂട്ട്മെന്റ് നടത്തിയതിനു ശേഷം ഓപ്ഷൻ നടത്തും. ഓപ്ഷൻ നടത്തി കഴിഞ്ഞിട്ട് നാളെയാണ് കളി ഉണ്ടാവുന്നത്. ഇച്ചായും കൊമ്പച്ച കളിക്കും. അല്ലല്ല, ഞാൻ കളിക്കുന്നില്ല. കൊമ്പൻ കളിക്കുന്നുണ്ടാവും, ഞാൻ കളിക്കുന്നില്ല. ഞാനാണ് ഈ ടൂർണമെന്റ് സ്പെക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം 2 റീസൺസ് ഉണ്ട്. ഒന്ന്, എനിക്കിങ്ങനെ ടൂർണമെന്റ് സ്പെക്ക് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ, നമ്മളെ ഓൺ ടൂർണമെന്റ് എനിക്ക് സ്പെക്ക് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടും കൂടാണ് ഞാൻ ഈ ഇതിൽ ഇറങ്ങാത്തത്. അതുകൊണ്ട് അവരെല്ലാം കളിക്കും, ഞാനിരുന്ന് താളം വിടും. അതെങ്ങനെയുണ്ട്? ഞാൻ കളിക്കുന്നില്ല. ഇവരെല്ലാം സ്കാമറാ. എന്നെ സ്കാമറ ഇല്ല. ടീമൊക്കെ ഓപ്ഷൻ ഇട്ട് സെറ്റ് ആക്കണം. സെറ്റ് പ്ലേയേഴ്സ് എല്ലാം കുറച്ച് കഴിയുമ്പോൾ വരും. നമുക്ക് ആദ്യം എന്തായാലും അതിന് മുന്നേ സിറ്റി കയറിട്ട് റിക്രൂട്ട്മെന്റ് എടുക്കണം. നമ്മള് റിക്രൂട്ട്മെന്റ് എടുത്തിട്ടില്ല. ആദ്യം ക്യാപ്റ്റന്മാരെ സെലക്ട് ചെയ്യണം. പിന്നെ ക്യാപ്റ്റന്മാരിരുന്നിട്ട് ഓപ്ഷൻ പോലെ പ്ലേയേഴ്സിനെ വിളിച്ചെടുക്കണം. അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
നല്ലൊരു കിടിലൻ മാച്ച് കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ല 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 ടീമാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ഇത് കാണും. ഗണ്ണൊക്കെ ഞാൻ പറഞ്ഞില്ല, ആ ടൂർണമെന്റിൽ സെയിം മെക്കാനിസം, SMG കാണും, AR കാണും, പിന്നെ MK2 അല്ലോ അങ്ങനെ ഇതും കൂടെ ഉണ്ടല്ലോ. ഓക്കെ, ആ ഒരു സാധനം 40 പ്ലേയേഴ്സ്, വിരമിച്ച പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. അതില് വിരമിച്ചെന്ന് പറയുമ്പോൾ അങ്ങനെ ഇപ്പൊ കളിക്കാത്ത ഊക്കർക്കുണ്ട് കളിക്കാത്തെന്ന് വെച്ചാൽ പുഷ്പയുണ്ട്, ബക്രി ഉണ്ട്. അപ്പം അതൊക്കെ ഡിപ്പെൻസ് ഓൺ സബിലോട്ട് പോകും. ബാക്കിയുള്ള പ്ലേസിനെ വെച്ച് നോക്കുമ്പോൾ അത് അവർ നോക്കി കണ്ട് വിളിക്കുന്ന ടീം നോക്കി ചെയ്തോളും, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സബിന്റെ ആവശ്യം എന്തായാലും ഉണ്ട്, അതുകൊണ്ടാണ് വെച്ചേക്കുന്നത്. ഓക്കെ, ഏത് സർവർ ഇപ്പൊ നമ്മൾ എടുത്ത സർവറാണ്. സർവർ ഇന്നലെ അപ്പച്ചൻ മേടിച്ചു കൊടുത്തില്ലടാ, ഹോസ്റ്റ് അങ്ങ് മേടിച്ചു കൊടുത്ത്. ഹോസ്റ്റിന് ഒരു 3 രൂപയുടെ അടുത്തായി, 2 സംതിങ് കണ്ടായിട്ടുണ്ട്. അത് കുഴപ്പമില്ല, എന്തായാലും പിള്ളേര് വിളിക്കട്ടെ, അതല്ലേ നമ്മുടെ ആഗ്രഹം. എന്റെ ആഗ്രഹം അതാണ്, എല്ലാവരും അങ്ങ് അടിച്ചങ്ങ് അർമാദിക്കട്ടെ. റിച്ച് ആണോ? അതെ, ഞാൻ ഭയങ്കര റിച്ചാണ്. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് നടത്താൻ ആഗ്രഹമില്ല. ഒന്ന്, എല്ലാരും ഈ 5M ഇപ്പൊ ഇത്രയും നാളായതുകൊണ്ട് എല്ലാരും കുറച്ച് വിട്ടുപോകണം. അപ്പൊ എല്ലാവരും ഒന്ന് റീഗ്രൂപ്പ് ആവാനും പിന്നെ സർവർ അപ്പ് ആവാറായല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ ഒന്ന് വെക്കാന്ന് വെച്ചതാണ്. 3 lakhs ആണോ? അയ്യോ, 3.5 എന്ന് പറഞ്ഞാൽ അത് 3 എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വെച്ചിട്ട് 3 ലക്ഷം അല്ല ഞാൻ പറഞ്ഞത്. 3 ലക്ഷത്തിന് സർവർ മേടിച്ച് ടൂർണമെന്റ് നടത്താൻ എനിക്ക് അത്രയും അങ്ങ് കുത്തി കഴിച്ചിരിക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ചെറുക്കനെ ആദ്യം ഞാൻ മാറ്റൂലേ, PC ആദ്യം മാറ്റൂലേ. വക്ക ഉണ്ടെന്നോ? വക്ക ഇല്ല, വക്ക ഓണപരിപാടിക്ക് പോയിട്ട് വലിയ ക്ഷീണത്തിൽ കിടക്കുവാണ്, വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്.